ഇന്നൊരു ഈവനിങ് റൈഡിനായിട്ട് ഇറങ്ങിയതാട്ടാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര നാട്ടിക ബീച്ചിലേക്കാണ്. അപ്പോൾ ബീച്ച് എനിക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു സംഭവമാണ് കേട്ടോ. ഈ നാച്ചുറൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സംഭവമാണ് ബീച്ച്. മലകൾക്കും അല്ലെങ്കിൽ മറ്റ് പ്രകൃതി സംഭവങ്ങൾക്കൊക്കെ അതൊരു സ്ഥായിയായ രൂപമാണെങ്കിൽ ബീച്ചിന് അതെപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും. ഒരു ജീവനുള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ബീച്ചിലേക്ക് എത്ര പ്രാവശ്യം പോയാലും ഒരു പ്രത്യേക കൗതുകത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എല്ലാവർക്കും അതുപോലെ ആവണമെന്നൊന്നുമില്ലല്ലോ, എന്നെ പോലെ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് യാത്രയിലേക്ക് പോകാം. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. അപ്പം നമ്മുടെ കേരളത്തിലൊരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക റോഡുകളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. റോഡ് ഏതാ തോട് ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാട്ടാ. അപ്പം നമ്മുടെ കയ്യിലുള്ള ഈ കുതിര അങ്ങനെ നിൽക്കില്ല, കാരണം അത് കുതിരയല്ല, ഒന്നാന്തരം തീക്കുറുകനാണ്. അപ്പോൾ ഫയർഫോക്സിൻ്റെ റാപ്പിഡാണ് നമ്മുടെ ഈ സൈക്കിൾ. അത്യാവശ്യം ഓഫ് റോഡും അതുപോലെ തന്നെ ഇങ്ങനെ വെള്ളത്തിൽ കൂടെയൊക്കെ ഒന്ന് നീന്തി കിടക്കാനുള്ള കരുത്ത് ഇവരുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃപ്പയാറാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിന്നതാണ്. കുറച്ച് വെള്ളം കുടിക്കണം, വല്ലാത്തൊരു ക്ഷീണം. പറ്റുമെങ്കിൽ ഒരു ചായ. തൊട്ടടുത്തുള്ള ചായക്കടയിൽ നിന്ന് നല്ല ചായയും ചൂട് ബജ്ജിയും കഴിച്ചുവിടാം. അപ്പോഴാണ് കസേരയുടെ താഴെയായിട്ട് നമ്മുടെ പൂച്ച സാറിനെ കാണുന്നത്. ആരടാ എന്ന ഭാവത്തിലാണ് ആളുടെ നോട്ടം. ക്യാമറയ്ക്കും കൊണ്ട് ചെന്നത് ആൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും കൂടുതലൊന്നും അവിടെ നിന്ന് പണി പഠിക്കാതെ ഞാൻ വീണ്ടും നമ്മുടെ നാട്ടിക ബീച്ചിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഗേസ്, അങ്ങനെ നമ്മൾ നാട്ടിക ബീച്ചിലെത്തിയിരിക്കുകയാണ്. അത്യാവശ്യത്തിന് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോരാതെ ഞായറാഴ്ച ആണല്ലോ, അപ്പോൾ സ്വാഭാവികം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്, ബീച്ച് സൈഡ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്തം വിട്ട് പണ്ടറടങ്ങി നിൽക്കാതെ പറയില്ല, അതുപോലെ ഞാൻ നിൽക്കും. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക കൗതുകമാണ് എനിക്ക്. അപ്പോൾ ഈ ബീച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെ വളരെ നീറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പഴയ പോലെ ഒന്നുമല്ല കേട്ടോ, എല്ലാ ബീച്ചുകളും ഇപ്പോൾ വളരെ നീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കടലിനൊരു വശ്യതയുണ്ട്. നമ്മൾ നോക്കി നിൽക്കെ നമ്മളെ കൂടുതൽ അതിനോട് അടുപ്പിക്കും. കടലിനോടുള്ള എൻ്റെ പ്രണയം പറഞ്ഞാൽ തീരാത്തതാണ്. ഇനിയും കടൽ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും ബൈ.